അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചാപ്റ്റർ 4ലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചാപ്റ്റർ 1, 2, 3 നമ്മൾ ഓൾറെഡി ചെയ്തു. അതിൻ്റെ വീഡിയോസ് പ്രീവിയസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മൾ 4th ലെസൻ്റെ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇതിന് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള നോട്ട്സ് പുറമേ നിന്നും, അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയും അതുപോലെ തന്നെ ടീച്ചിങ് മാനുവൽ വെച്ചുകൊണ്ടും ഗൂഗിൾ വഴി സെർച്ച് ചെയ്തും ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള നോട്ട്സാണ്. അപ്പോൾ ഈ ഒരു നോട്ട്സ് കവർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ടീച്ചേഴ്സ് ബുക്ക് ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് ഉണ്ടല്ലോ, അതും ഇതിനകത്ത് വരും. അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ള നോട്ട്സും ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലുള്ള നോട്ട്സും അതുപോലെ ഈ ലെസണിൽ തന്നെ നമ്മൾ പാഠപുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബോക്സൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓരോ ലെസൺസും കവർ ചെയ്ത് പോകും. PSCക്ക് ഹെൽപ്ഫുള്ളും ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഠഭാഗത്തിലെ ലെസൺ 4, വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. ഓക്കെ, വസ്ത്രത്തിൻ്റെ നാൾവഴികൾ നോക്കിക്കേ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമുക്കറിയാം, ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അതേ ചിത്രങ്ങൾ തന്നെയാണ്. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? നമുക്കത് സിമ്പിളാണ് അല്ലേ? നോക്കിക്കേ, ആടിൻ്റെ രോമാവരണവും തത്തയുടെ തൂലുകളും ആമയുടെ പുറംതോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു അല്ലേ? പല ഡിഫറെൻറ്റ് ടൈപ്സാണ്. നമുക്ക് എങ്ങനെയാണ് ചൂടും തണുപ്പും ഒക്കെ നമ്മളെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മളാണെങ്കിൽ വസ്ത്രം ധരിക്കും. അതേപോലെ മൃഗങ്ങളാണെങ്കിൽ അവരുടെ പുറത്ത് വരുന്ന രോമം, അതുപോലെ തന്നെ തോട്, അതുപോലെ തൂവൽ, അത് വെച്ചിട്ടാണ് അവർ പല ജീവജാലങ്ങൾക്കും പല തരത്തിലാണ് ഇതുപോലുള്ള ചൂട് തണുപ്പ് പോലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡിങ് സെക്ഷനാണ്, നമ്മൾ ജസ്റ്റ് വായിച്ചു പോയാലും മതി. മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിക്കേ, മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ശരിയാണല്ലേ? നമ്മുടെ തുണി, ഇതിൽ വരുന്ന നൂല്, ഇതൊക്കെ എവിടെ നിന്ന് തന്നെയാണ്? പ്രകൃതിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. വീതിയുള്ള ഇലകളും മൃഗങ്ങളുടെ തോലും മരത്തോലുകളും ആദ്യകാലങ്ങളിൽ വസ്ത്രമായി ഉപയോഗിച്ചു. എന്തായിരുന്നു? വീതിയുള്ള ഇലകൾ അല്ലേ? നമ്മൾ വലിയ വലിയ ഇലകൾ, അതായത് നമ്മൾ പറയുന്ന ആദിമ മനുഷ്യരുടെ വസ്ത്രധാരണയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ 3rd പോയിന്റ് നോക്കിക്കേ. പ്രകൃതിയിലെ വസ്തുക്കൾ തുന്നിച്ചേർത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. പ്രകൃതിയിലെ പല വസ്തുക്കളും ചേർത്തിട്ട് തന്നെയാണ് എന്തുണ്ടാക്കിയത്? വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നാരുകൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു അല്ലേ? സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും കിട്ടുന്ന നാരുകൾ എന്ന് പറയുമ്പോൾ നൂല് പോലുള്ള സംഭവം, അത് എന്തിനു ഉപയോഗിച്ചു? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ടേംസ് ആണ് അല്ലേ? ഇനി PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകൾ വരും കേട്ടോ. നോക്കിക്കേ, വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു? നോക്കിക്കേ, തണുപ്പിൽ നിന്ന് സംരക്ഷണം, ചൂടിൽ നിന്ന് സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷണം, രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം, വൃത്തിയുള്ള വസ്ത്രം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത്രയും ടേംസ് ആണ് വരുന്നത്. എന്തിന്? വസ്ത്രം നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത്? ഓഫ് കോഴ്സ് നമുക്കത് വായിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഏതെല്ലാം വസ്തുക്കളെയാണ് ആദിമ മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെ വസ്തുക്കളാണ്? മരങ്ങളുടെ പുറം തൊലി, മൃഗങ്ങളുടെ തൊലി, വലിയ ഇലകളും പുല്ലും. അന്ന് കാലത്തിലുള്ള മനുഷ്യന്മാർക്ക് കൺമുന്നിൽ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? കാട്, മൃഗങ്ങൾ, അതുപോലെ വലിയ വലിയ ഇലകൾ. അപ്പോൾ അത് വെച്ച് തന്നെയാണ് വസ്ത്രം ധരിച്ചത്. നോക്കിക്കേ, ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ഇന്നത്തെ പോലെ അല്ലാത്തതിൻ്റെ കാരണം അവർ ഡെവലപ്ഡ് ആയിട്ടില്ല അല്ലേ? സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. നോക്കിക്കേ, ആദിമ മനുഷ്യർക്ക് വസ്ത്രനിർമ്മാണത്തിനുള്ള യന്ത്ര സാമഗ്രികളോ സാങ്കേതിക വിദ്യകളോ വൈവിധ്യമാർന്ന വസ്തുക്കളോ ലഭ്യമായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ്
സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡിസൈൻ പ്രിൻറ്റിങ്ങിൽ കിട്ടും വസ്ത്രത്തിൽ അല്ലേ. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്തത് ഇനി തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഇനി ഇവിടം തൊട്ടിട്ടുള്ളതാണ് ഫോർ PSC എന്ന് പറയുന്നത്. PSCക്ക് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ PSCക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ഓക്കെ, എന്താണ് നെയ്ത്ത്? നെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കൈത്തറി തുണികൾ, നെയ്ത്ത് തുണികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. എന്താണ് നെയ്ത്ത്? നാരുകളെ കൂട്ടിച്ചേർത്ത് അതിനെ പിരിച്ച് ഓക്കെ നീളമുള്ള നൂലുകളാക്കി, അതായത് നാരുകളാണ് ആദ്യം കൊണ്ടുവരുന്നത് അല്ലേ. ഈ നാരുകളെ കൂട്ടിച്ചേർത്ത് ആ നാരിനെ ഓരോന്നായി പിരിച്ചെടുത്ത് നീളമുള്ള നൂലുകളാക്കി ആ നൂലുകളെ കോർത്ത് എന്ത് ചെയ്യുന്നു? തുണി ഉണ്ടാക്കുന്നു. കോർക്കല നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഓക്കെ, ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കൈത്തറി തുണികൾ? ഒന്ന് നോക്കിക്കേ, എന്താണ് കൈത്തറി തുണികൾ? നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. ഇപ്പോൾ ഫുൾ മെഷീനാണ് അല്ലേ. പണ്ട് അങ്ങനെയല്ല, നൂല് ഉപയോഗിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊരു നമ്മൾ ഫിലിംസിലും മറ്റു ഇതിലൊക്കെ കാണുന്ന പോലുള്ള സംഭവങ്ങളാണ്. അങ്ങനെ കൈ കൊണ്ട് തന്നെ നൂലിനെ നെയ്ത്ത് എന്തുണ്ടാക്കുന്നു? തുണികൾ ഉണ്ടാക്കുന്നു. അതാണ് കൈത്തറി തുണികൾ. അപ്പം രണ്ടും പഠിക്കണം. നെയ്ത്ത് എന്തായിരുന്നു? നാരുകളെ പിരിച്ച് നൂലുകളാക്കി അതിൽ നിന്നും തുണി ഉണ്ടാക്കുന്നു. കൈത്തറി തുണികൾ എന്താണ്? ആ നൂലുപയോഗിച്ച് കൈത്തറിയിൽ തുണികൾ ഉണ്ടാക്കുന്നു. ഇതാണ്. ഓക്കെ, അപ്പം ഡിഫറൻസ് വെച്ചിട്ട് പഠിക്കുക. മനസ്സിലായില്ല? അപ്പം അടുത്തയിലേക്ക് പോകുന്നു. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അത് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. തിരുവനന്തപുരം കണ്ണൂർ ഒരു ജില്ല, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. നമുക്കിതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് എന്താണ്? തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി അല്ലേ. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളിയാണ് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത്. കണ്ണൂർ അതിൻ്റെ പുറമെ ഏതും കൂടി ഉണ്ട്? കണ്ണൂരും ഉണ്ട്, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരവും ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, വസ്ത്രങ്ങളുടെ ആവശ്യകത എപ്പോഴാണ് വർദ്ധിച്ചത്? എപ്പോഴാണ് അതിൻ്റെ ആവശ്യം കൂടി വന്നത്? ജനസംഖ്യ വർധനവ് വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ജനസംഖ്യ അല്ലെ, ജനങ്ങൾ ദിനം പ്രതി ഡെവലപ്പ് എന്താണ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വസ്ത്രങ്ങളുടെ ആവശ്യകതയും എന്ത് സംഭവിക്കുന്നു? വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനിയുള്ളതും PSC ഫാക്ട്സ് തന്നെയാണ്. ഓക്കെ, ഇനിയുള്ളതും PSCയുമായി ഇനിയുള്ളതും PSCയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, എന്താണ് പ്രകൃതിദത്ത നാരുകൾ? എന്താണ് പ്രകൃതിദത്ത നാരുകൾ? നോക്കിക്കേ, ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ. എന്തൊക്കെയാണ്? ജന്തുക്കളിൽ നിന്നും കിട്ടും, അതുപോലെ സസ്യങ്ങളിൽ നിന്നും കിട്ടും. അതാണ് അതിൽ നിന്നും നിർമ്മിക്കുന്ന നാരുകളാണ് പ്രകൃതിദത്ത നാരുകൾ. അത് എളുപ്പമാണ് അല്ലേ. രണ്ടും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. ജന്തുക്കളാണെങ്കിലും ശരി, സസ്യങ്ങളും ആണെങ്കിലും ശരി, രണ്ടും പ്രകൃതിയാണ് അല്ലേ. പ്രകൃതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്നും നിർമ്മിക്കുന്ന നാരുകൾ എന്താണ്? പ്രകൃതിദത്ത നാരുകൾ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കിക്കേ. ജന്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? ജന്തുക്കളിൽ നിന്ന് എങ്ങനെ കിട്ടും? ജന്തുക്കളിൽ നിന്ന് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു. രണ്ട് ടേം കിട്ടി. ഒന്ന് ജന്തുക്കളിൽ നിന്ന്,
ആദ്യത്തെ ആളാരാണ്? ചെമ്മരിയാട്. ചെമ്മരിയാടിൽ നിന്ന് എന്ത് കിട്ടും? കമ്പിളിനാര് കിട്ടും. രണ്ടാമത്തെ ആളാരാണ്? പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു നിന്ന് എന്ത് കിട്ടും? പട്ടിൻ്റെ നാരും കിട്ടും. അപ്പോൾ അത് കിട്ടിയില്ലേ? ഓക്കെ. അടുത്തത് സസ്യങ്ങളിൽ നിന്ന്. സസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതാ നമുക്ക് ഒരുപാട് കേട്ടിട്ടും എല്ലാ ഇതിലും ഉള്ള ആളാണ് അല്ലേ? പരുത്തി, ചണം, അതുപോലെ ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടും? പരുത്തിനാരും ചണനാരും കിട്ടും. ഏകദേശം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജന്തുക്കളിൽ നിന്ന് എങ്ങനെ കിട്ടും? ഒന്ന് ചെമ്മരിയാടിൻ്റെ കമ്പിളിനാര് കിട്ടും, പിന്നെ പട്ടുനൂൽ പുഴുവിൻ്റെ പട്ടുനാര് കിട്ടും. സസ്യങ്ങളാണെങ്കിലോ പരുത്തിയിൽ നിന്നും പരുത്തിനാരും ചണം ചെടികളിൽ നിന്നും ചണനാരും കിട്ടും. അപ്പോൾ അത് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? പ്രകൃതിദത്ത നാരുകളും അതിൻ്റെ എക്സാമ്പിൾസും കിട്ടി. ഓക്കെ. അടുത്തത് കൃത്രിമ നാരുകൾ. യെസ്, പ്രകൃതിയിൽ നിന്നും അല്ലാതെ തന്നെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നാരുകളും നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് നോക്കിക്കേ. ആദ്യത്തെ നോക്കിയോ, പെട്രോളിയം ഫസ്റ്റ് പോയിന്റ്, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എവിടെ നിന്ന് കിട്ടുന്നു? അതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പെട്രോളിയം പോലുള്ള കെമിക്കൽസ്, രാസവസ്തുക്കൾ, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കൾ. കിട്ടിയോ? കിട്ടി. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. രണ്ടാമത്തെ പോയിന്റ്, പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിതരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവേ ചെലവ് കുറവാണ് അല്ലേ? കാരണം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജന്തുക്കളെ കിട്ടണം, അതിനെ വേട്ടയാടണം, അല്ലെങ്കിൽ അതിനെ വളർത്തണം. അതൊരു കുറേ പ്രോസസ്സാണ് അല്ലേ? കുറേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജന്തുക്കളെ കിട്ടലും അതിൽ നിന്നും നാരുകളെ എടുക്കുന്നത്. പക്ഷെ പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ എന്ത് ഉൽപ്പാദിപ്പിക്കാനാണ് എളുപ്പം? തുണിതരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ചെലവ് കുറവാണ്. അപ്പോൾ ഏതൊക്കെയാണ് അത് നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാറുണ്ട്. പഴയ SRT കെമിസ്ട്രിയിലൊക്കെ പോളിമേഴ്സ്, നൈലോൺ, അതൊക്കെ സെപ്പറേറ്റ് പഠിക്കാനുണ്ടായിരുന്നു. നോക്കിക്കേ, പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഓക്കെ, ഒരു പോയിന്റും കൂടി വിട്ടു. പെട്ടെന്ന് ചുളിവൊന്നും ഉണ്ടാവില്ല. ഏതിനൊക്കെ? ഈ കൃത്രിമ പോളിമേഴ്സ്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, നമുക്ക് പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് ഇത് നാരുകൾ എടുക്കുന്നത്. 2, ഇതിന് ചെലവ് കുറവാണ്. 3, പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടിയില്ലേ? അടുത്തത് ഏതൊക്കെയാണ് ഉദാഹരണം? പോളിസ്റ്റർ, നൈലോൺ, റയോൺ. പോളിസ്റ്റർ, നൈലോൺ, റയോൺ. ഇത് ചോദിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് പ്രകൃതിദത്ത നാരുകൾ, ഏതൊക്കെയാണ് കൃത്രിമ നാരുകൾ എന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ അറിയണം. കൃത്രിമ നാരുകൾ ഏതൊക്കെയാണ്? പോളിസ്റ്റർ, നൈലോൺ, റയോൺ. ഇനിയിപ്പോൾ പ്രകൃതിദത്ത നാരുകളാണെങ്കിലോ ചണം, പരുത്തി, ജന്തുക്കളിൽ നിന്നാണെങ്കിൽ ചെമ്മരിയാടിൻ്റെ കമ്പിളിനാര്, അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി നമ്മൾ അവിടെ വായിച്ചതാണ്. നോക്കിക്കേ, വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ. 1, പ്രകൃതിദത്ത നാരുകൾ. 2, കൃത്രിമ നാരുകൾ. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് ഉദാഹരണം, സസ്യങ്ങളിൽ നിന്ന് ഉദാഹരണം. നിങ്ങൾക്ക് ഇത് ഞാൻ ഓൾറെഡി വായിച്ചു, അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കുക. ഓക്കെ. കൃത്രിമ നാരുകൾ സെയിം, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിതരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ് അല്ലേ? പെട്ടെന്നുള്ള ചുളിവ് ഉണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ. അത് കിട്ടിയില്ലേ? ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തന്നെയാണ് ഞാൻ അവിടെ നോട്ടായിട്ട് നേരത്തെ വായിച്ചത്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേപോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾക്കറിയാം കണക്റ്റഡ് ഫാക്ട്സ് കുറേ വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ലെസണിൽ വസ്ത്രങ്ങളെ കുറിച്ചുള്ള പഠനം, വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എന്തും കൂടി വരും? ഹിസ്റ്ററി, ചരിത്രം, വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല സമരം ഉണ്ടെങ്കിൽ അത് വരും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ 1859 തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്ന് നോക്കാം. അതിൽ ഈ ഒരു വസ്ത്രം, അതായത് ഒരു കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ ഒരു ഭൂരിഭാഗ പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ഒരു ചെറിയ ഭാഗവുമാണ് എന്തെന്ന് പറയുന്നത് അല്ലേ? നമുക്കറിയാം
കേരളത്തിൻ്റെ ഒരു ഭൂരിഭാഗ പ്രദേശവും തമിഴ്നാടിൻ്റെ കന്യാകുമാരിയും ചേർന്ന ഒരു നാട്ടുരാജ്യമാണ് എന്ത് പറയുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അല്ലേ? ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഈ തിരുവിതാംകൂർ രാജാവ് നോക്കിക്കേ, അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. ആരാണ് വിളംബരിച്ചത്? തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു സംഭവം പുറപ്പെടുവിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിലെ ചില വിഭാഗക്കാർക്ക് മാത്രം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ തടഞ്ഞിരുന്നു എന്നുള്ളതാണ്. 1959 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിൽ തെക്കൻ കേരളത്തിൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. അപ്പോൾ ആരാണ് അനുവദിച്ചത്? നമ്മുടെ തിരുവിതാംകൂർ അനുവദിച്ചു? 1859 എന്താണ് താഴ്ന്ന ജാതിക്കാർക്കുള്ള സ്ത്രീകൾക്കും വസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. ഓക്കെ, നമുക്കിതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗ പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു എന്തെന്ന് പറയുന്നത് തിരുവിതാംകൂർ അല്ലേ. അതായത് തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ എവിടെ വരും? താഴെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം അല്ലേ. തെക്ക് എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിലെ ഒരു പകുതി ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയ ഭാഗം, കുഞ്ഞു ഭാഗങ്ങളുണ്ട്. മധ്യ കേരളം പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ എടുക്കാം? എറണാകുളം, തൃശ്ശൂർ, ആ ഒരു റേഞ്ചിലേക്കുള്ള ഭാഗം കുറച്ചും കന്യാകുമാരിയും ചേർന്നതുമാണ് എന്തെന്ന് പറയുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് എപ്പോഴായിരുന്നു? 1956 സംസ്ഥാനം, കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചതോടെ ഈ നാട്ടുരാജ്യം തിരുവിതാംകൂർ ഏതിലേക്ക് വന്നു? നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് വന്നു. മനസ്സിലായോ? അപ്പം ഇത് ജസ്റ്റ് തിരുവിതാംകൂർ എന്താണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കിയേ, ഇവിടെ തിരുവിതാംകൂർ രാജാവായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തായിരുന്നു വിളംബരം പുറപ്പെടുവിച്ചത്? കേരളത്തിലെ താഴ്ന്ന ജാതിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു. ഓക്കെ, അതാണ് ഈ ഒരു ടേം ഇവിടെ വരാൻ കാരണം. അടുത്തത് വീണ്ടും വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരം അല്ലേ. നോക്കിക്കേ, മേൽമുണ്ട് സമരം. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. എപ്പോഴായിരുന്നു? 19-ാം നൂറ്റാണ്ടിൽ. എവിടെയായിരുന്നു? തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ഓപ്ഷനും കൂടി കിട്ടും. മേൽമുണ്ട് സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികൾ എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കിട്ടും അല്ലേ. ഓക്കെ, അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ എന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അപ്പോൾ ഈ മേൽമുണ്ട് സമരം ചെയ്ത് താഴ്ന്ന ജാതിക്കാർക്കും മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടി. അപ്പോൾ ആരായിരുന്നു ഇതിൻ്റെ നവോത്ഥാനം? ഇത് കൊണ്ടുവന്നത് ആരാണ്? മേൽമുണ്ട് സമരത്തിൻ്റെ നവോത്ഥാന നായകൻ ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്തത് എന്താണ്? സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കണക്റ്റഡ് ഫാക്ട്സ്, അതായത് ഇപ്പം വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്റോറിക് കണ്ടൻറ്റുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്.
അപ്പം കിട്ടി. എപ്പോഴാണ് സ്വദേശി പ്രസ്ഥാനം? 1905 ഓഗസ്റ്റ് 7-ന്. ഓക്കെ. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനം ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ 1905 ഓഗസ്റ്റ് 6-ന് ഓഗസ്റ്റ് 7-ന് 1905 ഓഗസ്റ്റ് 7 ഇപ്പം തന്നെ അതിൻ്റെ ഡേറ്റും വർഷവും പഠിച്ചിട്ട് പോവാം. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളെ അതിനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു. അപ്പോൾ എപ്പോഴാണ് ദേശീയ കൈത്തറി ദിനം? എപ്പോഴാണ്? 2015. ഓക്കെ, 2015 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 2015 മുതൽ തുടങ്ങി. എപ്പോഴായിരുന്നു? ഓഗസ്റ്റ് 7. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? മേ ബി അതൊരു എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലേ, സ്റ്റേറ്റ്മെൻറ്റിലായിട്ടും ചോദിക്കാം. ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചത് 2013 മുതലാണ്, 2015 മുതലാണ്, അങ്ങനെ ചോദിക്കാം അല്ലേ. അപ്പോൾ രണ്ടും പഠിക്കുക. 2015 മുതൽ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നമ്മൾ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് ഖാദി പ്രസ്ഥാനം. ഇതൊക്കെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ഓക്കെ, നമ്മളിനി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മേൽമുണ്ട് സമരം, സ്വദേശി പ്രസ്ഥാനം, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഖാദി പ്രസ്ഥാനം, ഇതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് അടുത്തടുത്ത സ്റ്റാൻഡേർഡിലേക്ക് ഉണ്ടാവും. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. എന്തായിരുന്നു? ഖാദി പ്രസ്ഥാനം. നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഗാന്ധിജിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഖാദി പ്രസ്ഥാനം നമുക്കറിയാമല്ലേ, ചർക്ക, നമ്മൾ നൂല്, ഗാന്ധിജിയുടെ പല പിക്ചേഴ്സും നമ്മൾ കാണുന്നുണ്ട്. ചർക്ക, കോട്ടൺ വെച്ച്, പരുത്തി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചർക്ക നൂലുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം എപ്പോഴാണ് തുടങ്ങിയത്? 1918. ആരാണ് ഇത് നേതൃത്വം നൽകിയത്? ഗാന്ധിജി. 1918 ഗാന്ധിജി നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. എന്താണ് സംഭവം? ഖാദി പ്രസ്ഥാനം എന്ന് പറയുന്ന സംഭവം ശക്തമായതുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ചർക്കയുടെ ശബ്ദം ഉയർന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എല്ലാ ഗ്രാമങ്ങളിലും ചർക്ക കൊണ്ടാണ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഭയങ്കര ഡെവലപ്പിംഗ് ആയി ചർക്ക കൊണ്ടുള്ള ഉപയോഗം. അങ്ങനെ ചർക്ക കൊണ്ടുണ്ടാക്കിയ നൂലുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഖാദി വസ്ത്രം എന്നായി മാറി. അങ്ങനെ ആ ഖാദി വസ്ത്രം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഓക്കെ, അപ്പോൾ ഖാദി പ്രസ്ഥാനം. അപ്പോൾ നമ്മളൊരു 3 ടേം നമ്മളിപ്പം പഠിച്ചു? ഒരു 4 ടേം പഠിച്ചു അല്ലേ. തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ, എന്താണ് ഉത്രം തിരുനാൾ. നമ്മൾ 2 ടേം പഠിച്ചു, 4 ടേം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് 4 ഹിസ്റ്റോറിക് ടേംസ് പഠിച്ചു. തിരുവിതാംകൂർ അല്ലേ. തിരുവിതാംകൂറിൽ എന്തായിരുന്നു? തിരുവിതാംകൂറിൽ അതായത് ഈ നമ്മുടെ എന്താ ഞാൻ പറയാൻ വന്നേ? ഓക്കെ, തിരുവിതാംകൂറിൽ ആദ്യം ഈ താഴ്ന്ന ജാതിക്കാർ ഇഷ്ടപ്പെട്ട വസ്ത്രം, അതായത് ഒരു പ്രത്യേകം വിഭാഗപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത് അവകാശം ആരാക്കി കൊടുത്തു? നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആക്കിക്കൊടുത്തു. 1859 അതേ തന്നെയാണ് മേൽമുണ്ട് സമരത്തിൻ്റെയും വർഷം എന്ന് പറയുന്നത് അല്ലേ. മേൽമുണ്ട് സമരം എപ്പോഴെന്നെയാണ്? 1859. എപ്പോഴായിരുന്നു? 19-ാം നൂറ്റാണ്ടിൽ വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ. തിരുവിതാംകൂർ, അതായത് മറയ്ക്കുന്നതിനുള്ള അവകാശം
ത്തിന് വേണ്ടിയിട്ട് നടത്തി. അതേപോലെ സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ എപ്പോൾ തൊട്ടായിരുന്നു? 2015 തൊട്ട് കൈത്തറി ദിനമായിട്ട് എപ്പോഴാണ് ആചരിച്ചത്? ഓഗസ്റ്റ് 7. അതേപോലെ ഖാദി പ്രസ്ഥാനം 1918. എങ്ങനെയാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൽ ആയുധമായി ചർക്കയും ഖാദി വസ്ത്രവും ഉപയോഗിച്ചത്? നോക്കിക്കേ, ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശം വസ്ത്രങ്ങൾ ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തെ ഭാഗമാക്കി. ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ അല്ലേ, വിദേശ വസ്ത്രങ്ങളെ എങ്ങനെയെങ്കിലും ബഹിഷ്കരിക്കണം. എവിടെ? ഇന്ത്യയിൽ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ, ചർക്കയിൽ നൂറ്റുണ്ടാകുന്ന ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നമ്മൾ നെയ്തെടുത്ത അല്ലെങ്കിൽ നമ്മൾ തന്നെ നിർമ്മിച്ച ഖാദി വസ്ത്രം നമ്മൾ തന്നെ ധരിക്കണം, അല്ലാതെ വിദേശത്തിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ള ടേമും വെച്ചു. മൂന്നാമത്തെ പോയിന്റ്, വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി അല്ലേ. വസ്ത്രത്തിനെ കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും ഒരു സമരം ആയുധമാക്കി, വസ്ത്രം തന്നെ ഒരു ആയുധമാക്കി അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി അല്ലേ. സ്വദേശി പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് തന്നെ ചർക്ക മാറി അതിൻ്റെ ആ ഒരു ഖാദി വസ്ത്രവും ഖാദി തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇവർ സമരത്തിന് എടുത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ടേമും കൂടി പഠിക്കുന്നുണ്ട്. എന്താണ് വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. വസ്ത്രങ്ങൾ എന്താണ്? വസ്ത്രങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള മെഷീൻസ്. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? അതിനു മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ടേമിലേക്ക് നോക്കിക്കോ. കണ്ടോ, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലായി അല്ലേ. നൂലുൽപാദനം വേഗത്തിലായാൽ മാത്രമേ നമുക്ക് വസ്ത്രത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലേ, വസ്ത്രം നിർമ്മാണത്തിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ നൂല് ആക്കി അതിൻ്റെ സമയം ചെലവും അതേപോലെ സമയം വൈകിക്കലും പെട്ടെന്നൊന്നും വസ്ത്രത്തിലേക്ക് ആക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് കൊണ്ടുവന്നതോടുകൂടി എന്ത് സംഭവിച്ചു? നൂലുൽപാദനം വേഗത്തിലായി. അപ്പോൾ നൂലുൽപാദനം വേഗത്തിലാവുമ്പോൾ എന്തും കൂടിയാണ് നടക്കുന്നത്? നൂലുൽപാദനം വേഗത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കും? വസ്ത്ര നിർമ്മാണവും വേഗത്തിൽ സംഭവിക്കും. ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. അതേപോലെ യന്ത്രത്തറി, പവർ ലൂം, ആ മെഷീൻ നിങ്ങൾ കാണുന്നുണ്ടാവും. എഡ്മണ്ട് കാർട്ടറൈറ്റർ ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തിലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രിക് അല്ലേ, വൈദ്യുതിയോ അല്ലെങ്കിൽ ഒരു ഊർജ്ജ സ്രോതസ്സോ അവിടെ വേണം. ഇത് എന്ത് വർക്കാക്കാൻ? യന്ത്രത്തറി അഥവാ പവലൂം. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അപ്പം ഈ രണ്ട് യന്ത്രങ്ങൾ ഉള്ളത് കൊണ്ട് വസ്ത്രങ്ങളുടെ നിർമ്മാണ വേഗത്തിലാകുകയാണ് ചെയ്തത്. ഒന്ന് സ്പിന്നിങ് ജെന്നി. ആരായിരുന്നു? ജെയിംസ് ഹാർഗ്രീവ്സ്. യന്ത്രത്തറി ആരായിരുന്നു? എഡ്മണ്ട് കാർട്ടറൈറ്റ് ആണ്. യന്ത്രത്തറി ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുമില്ലെങ്കിൽ വൈദ്യുതി വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ് വേണം. മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ്. ആരാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്? എഡ്മണ്ട് കാർട്ടറൈറ്റ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലേ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്നാണ് ദേശീയ കൈത്തറി ദിനം? ഓഗസ്റ്റ് 7. അപ്പം അത് കിട്ടിയില്ലേ. അടുത്തത് യൂറോപ്യർ. ഇതെന്താണ് സംഭവം? യൂറോപ്യർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, വിദേശമാണ്. ഭൂമിയിലെ 7 വൻകരങ്ങളിൽ ഒന്നാണ് യൂറോപ്പ്, അറിയാം അല്ലേ. ഈ വൻകരകളിലുള്ള ജനതയെ യൂറോപ്യർ എന്ന് വിളിക്കുന്നു. യൂറോപ്യൻസിലുള്ള ആൾക്കാരെ യൂറോപ്യർ എന്ന് വിളിക്കുന്നു.
യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. നോക്കിക്കേ, പോർച്ചുഗീസുകാരെ നമ്മൾ എന്ത് പറയും? പോർച്ചുഗീസുകാർ എവിടത്തെയാണ്? പോർച്ചുഗൽ. ഡച്ചുകാർ എവിടെയാണ്? നെതർലാൻഡിലുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡച്ചുകാർ. ഇംഗ്ലണ്ടിലുള്ളവർ ഇംഗ്ലീഷുകാർ, ഫ്രാൻസിലുള്ളവർ ഫ്രഞ്ചുകാർ. അതിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് ഡച്ചുകാരാണ് അല്ലെ, നെതർലാൻഡ് മാത്രം. ബാക്കിയൊക്കെ അതിൽ തന്നെയുണ്ട്. പോർച്ചുഗൽ പോർച്ചുഗീസുകാർ, നെതർലാൻഡ് ഡച്ചുകാർ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയെ കോളനിയായി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ കുറച്ച് വസ്തുക്കളൊക്കെ അവർ എങ്ങോട്ട് കൊണ്ടുപോയി? അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി. അങ്ങനെ ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റി വെച്ചത് ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. ഓക്കെ, ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സാണ്. അടുത്തത് ഓക്കെ, ഇതൊക്കെ ഫസ്റ്റ് വരുന്ന ബോക്സുകളായിരുന്നു. ഞാൻ എന്തായാലും അത് താഴോട്ട് ഇട്ടു എന്നേ ഉള്ളൂ. ഒന്നായാലും വായിച്ചു പോവാം. സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. നമുക്കറിയാം അല്ലേ? ഇപ്പം നമ്മൾ വീണ്ടും എവിടേക്ക് എത്തി? ചരിത്രത്തിലേക്ക് എത്തി. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായി കരുതുന്നു. അപ്പം ഇവിടെ മെയിനായിട്ട് ഉപയോഗിച്ചത് ഏത് സ്ഥലം? നമ്മുടെ സിന്ധു നദീതടം. സിന്ധു നദീതടത്തിൽ എന്താണുള്ളത്? ഏതാണ് ഇവിടുത്തെ ജനത ഉപയോഗിച്ചിരുന്നത്? പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഇവരിവിടെ നിർമ്മിച്ചിരുന്നു. എന്നിട്ട് ഇത് മറ്റു ദേശങ്ങളിലേക്ക് ഇവരത് കൊണ്ടുപോയി. ഓക്കെ, മനസ്സിലായി? അങ്ങനെ പറയപ്പെടുന്നു. ഇതാണ് അവിടുത്തെ ഹിസ്റ്ററി പറയുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതകൾ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളുമാണ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളത് ചരിത്രത്തിൽ നിന്നും അവർ കണ്ടെത്തി. അതിൻ്റെ ഒരു ചെറിയൊരു ബോക്സാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. പണ്ട് കാലങ്ങളിൽ മെയിനായിട്ട് കാണുന്നത് എന്താണ്? പരുത്തി. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? പരുത്തി എന്ന് പറയുന്നത്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലേ? പരുത്തി എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. ഓക്കെ, എവിടെ നിന്നാണ്? പരുത്തി മരത്തിൽ നിന്നും അല്ലെങ്കിൽ പരുത്തി ചെടിയിൽ നിന്നും ലഭിക്കുന്ന പഞ്ഞീനെ നൂലുകളാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ ഇതിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതാരാണ്? ചണം. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ഈ പരുത്തിയും ഒരു പ്രകൃതിദത്ത നാര് നമ്മൾ ഓൾറെഡി പഠിച്ചു എക്സാമ്പിളായിട്ട് അല്ലേ? ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും എവിടെയാണ്? ഇന്ത്യയിലെ ഫലപുഷ്ടിയായ ഗംഗാ തീരത്താണ്. അപ്പം അതൊരു ടേം നോട്ട് ചെയ്ത് വെക്കുക അല്ലേ? ഇത് ഫുൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പരുത്തി അതുപോലെ ചണം എവിടെയായിരുന്നു? ഗംഗാ തീരത്ത്. ആരാണ്? ചണം. ഗംഗാ തീരത്തും ചണം അല്ലേ? ചണം ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്? ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലപുഷ്ടിയായിട്ടുള്ള എവിടത്തെയാണ്? ഗംഗാ തീരത്താണ് കൃഷി ചെയ്യുന്നത്, ചണം ചെയ്യുന്നത്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ഇന്ത്യയിൽ നിന്ന് എന്താണ് കൂടുതൽ കൊണ്ടുപോയിരുന്നത്? വിദേശികൾ ചണം. അടുത്തത് നീലം ചെടി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. നീലം ചെടി ഇൻഡിഗോ അല്ലെ? ഇൻഡിഗോ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബ്ലൂ കളറിനെ പറയുന്ന പേരാണ് ഇൻഡിഗോ. നീലം ചെടിയിൽ നിന്ന് തന്നെയാണ് എന്തെടുക്കുന്നത്? ഈ നീലം ചെടിയിൽ നിന്നാണ് നമ്മൾ ചായം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് പല കളറുകൾ ആഡ് ചെയ്ത് വസ്ത്രത്തിൽ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഏകദേശം മനസ്സിലായി. അപ്പോൾ ഏകദേശം നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഓവറോൾ പറയുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നെയ്ത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കൈത്തറി തുണികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം,
അതേപോലെ കൈത്തറി കേന്ദ്രങ്ങൾ കേരളത്തിലെ എവിടെയൊക്കെയാണ് എന്നുള്ളത് അറിയണം. അതുപോലെ പരുത്തി, ചണം, നീലം ചെടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ. അതുപോലെ ഈ വസ്ത്രങ്ങൾ സ്പീഡാക്കാൻ വേണ്ടി, നിർമ്മാണം സ്പീഡാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച 2 എണ്ണം എന്താണെന്ന് സ്പിന്നിങ് ജെന്നി, യന്ത്രത്തറി. പിന്നെ യൂറോപ്യർ വന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് വന്നു ഇല്ലേ, ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആരൊക്കെയാണ് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ആൾക്കാർ ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രാൻസുകാർ അല്ലേ, ഫ്രാൻസുകാർ അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ. ഇനി കൃത്രിമ നാരുകൾ എന്താണ്? പ്രകൃതിദത്ത നാരുകൾ എന്താണ്? എക്സാമ്പിൾസ് സഹിതം പഠിക്കുക. തിരുവിതാംകൂർ എന്ത് ചെയ്തു വസ്ത്രത്തിന് വേണ്ടി അല്ലേ? പിന്നെ മേൽമുണ്ട് സമരം എന്നാണ്? 1859. 19-ാം നൂറ്റാണ്ടിൽ ആരാണ്? വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാറുമറയ്ക്കാൻ. സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7-ലായിരുന്നു. അതുകൊണ്ട് ഈ കൈത്തറി ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? ഓഗസ്റ്റ് 7, 2015 മുതൽ. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഖാദി പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ ഇതും കൂടി കറക്റ്റായിട്ട് പഠിക്കുക. മനസ്സിലായില്ലേ? ഇനി ഒരു ചെറിയൊരു ഇതും കൂടി പറഞ്ഞുതരാം. അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി കേട്ടോ. ഏറ്റവും കൂടുതൽ ഏതാണ്? ഇത് പരുത്തി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി എന്ന് പറയുന്നത്. പരുത്തി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് എന്താണ്? ലിനൻ ആണ്. ലിനൻ, അതായത് ഫ്ലാക്സ് ചെടിയിൽ നിന്ന് ലിനൻ എന്ന് പറയും. ലിനൻ ഫ്ലാക്സ് ചെടിയിൽ നിന്ന് എടുക്കുന്ന സംഭവമാണ് പരുത്തി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. മറ്റൊരു കൃത്രിമ തുണി എന്നറിയപ്പെടുന്നത് പോളിസ്റ്റർ ആണ്. ഓക്കെ, അതും കൂടി ഇതിനകത്ത് ചേർത്തി പഠിക്കുക. കൃത്രിമ തുണി എന്ന് പറയുന്നത് പോളിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 5-ാമത്തെ ലെസൺ ആണ്. 5-ാമത്തെ ലെസൺ അടുത്ത വീഡിയോയിൽ ഇടും. ഓക്കെ, താങ്ക് യു.